ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഒരു ബ്രിട്ടീഷ് റിസോർട്ടിലേക്കാണ്. 147 വർഷം പഴക്കമുള്ള ഒരു ഹോണ്ടഡ് റിസോർട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ഒരു ദിവസം അങ്ങനെ സ്റ്റേ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കും അറിയില്ല. ഞങ്ങൾ 2 പേർക്ക് മാത്രമേ അറിയുള്ളൂ, ബാക്കി 3 പേർക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഒരു ദിവസം അങ്ങനെ സർവൈവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ബാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 3 ബൈക്കിലായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ടാങ്കൊക്കെ ഒന്ന് ഫുള്ളാക്കുകയാണ്. ഓക്കെ, ഇനി ഏകദേശം നമ്മുടെ അവിടെ നിന്ന് ഒരു 3.5 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും കോയമ്പത്തൂർ, അത് കഴിഞ്ഞ് മേട്ടുപ്പാളയം, അങ്ങനെ ഒരു 3.5 മണിക്കൂർ ട്രാവലാണ്. അപ്പോൾ എന്തായാലും ഇനി എന്താ പറയുക, നമ്മൾ കാഴ്ചകളൊന്നും കാണിച്ചിട്ട് ബോറടിപ്പിക്കണില്ല. ഊട്ടിയിൽ ഒരുപാട് എക്സ്പ്ലോർ വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മെയിനായിട്ടുള്ള ഹോണ്ടഡ് റിസോർട്ടിലേക്ക് കിടക്കുന്നതാണ് നല്ലത്. ഓക്കെ, എന്തായാലും നമ്മുടെ നാട്ടിൽ എത്ര തന്നെ ചൂടുണ്ടെങ്കിലും ഊട്ടിയിലേക്ക് ഒന്ന് കിടക്കുമ്പോൾ ആ ഒരു കിട്ടുന്ന തണുപ്പിൻ്റെ ഒരു ഫീല്, അതൊരു വൈബ് തന്നെയാണ്. അപ്പോൾ എന്തായാലും എന്താ വൈബ് കിട്ടാത്തൊരു ഉറപ്പായിട്ടൊന്ന് ഊട്ടി വിസിറ്റ് ചെയ്യേണ്ടതാണ്. 1 ടൈമെങ്കിലും ഒരാൾ വിസിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഊട്ടി എത്തുന്നതിന് മുമ്പ് നമ്മൾ കുന്നൂർ, നമ്മൾ എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഒരു കഫേയാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ കഫേ. അപ്പോൾ അവിടെ ഒന്ന് പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ ചായ കൂടി കഴിഞ്ഞതും ബ്രിട്ടീഷ് റിസോർട്ടിനെ ലക്ഷ്യമാക്കിയിട്ട് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥലത്തെത്തി. ബോഗൻവില്ല, ദ ബ്രിട്ടീഷ് റിസോർട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അകത്തൊക്കെ കാണിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പുറത്ത് പോയി ഫുഡ് വാങ്ങാനുള്ള പരിപാടി നോക്കാം. നമുക്ക് രാത്രിക്കുള്ള ഫുഡ് എന്തായാലും ഇന്ന് പുറത്തുനിന്നാണ് വാങ്ങാൻ പോകണം. ഓക്കെ, നമുക്ക് ഇനി പുറത്തുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഊട്ടി ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം നടക്കുകയാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി ഫുഡ് വാങ്ങാനുള്ള നടത്തത്തിലാണ് പ്ലീസ്. നടന്ന സംഭവം ഒരുപാട് ദൂരം നടന്നു. എത്ര നടന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റ്, ഒരു സാധാരണ ഹോട്ടൽ പോലും കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മളങ്ങനെ വിട്ടില്ല, അങ്ങനെ കുറേ നടന്നു. പിന്നെ ഇപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ നമുക്കൊരു ഫ്രണ്ട്സ് ഉണ്ടാവും, വെറുതെ വില ചോദിക്കാൻ വേണ്ടി ഓരോ കടകളിൽ കയറി സമയം കളയാൻ വേണ്ടി ഒരാൾ. അതാണിത് പ്രസാദ്. നമ്മളങ്ങനെ ഗൂഗിൾ മാപ്പിലേക്ക് എത്തി. ഒരു 100 മീറ്റർ എന്ന് പറഞ്ഞ് നടന്ന അവസാനം 3 കിലോമീറ്റർ വരെ എത്തിയിട്ടാണ് നടന്നത്. റിസോർട്ടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ ആർട്ട് ബേസ് ആയിട്ടുള്ള ഈ ഒരു വഴി ഒരു മേലൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് വരഞ്ഞ് നല്ലൊരു ആർട്ടായിരുന്നു. കുറേ നേരം നോക്കി നിന്ന് പോയിട്ട് അതൊക്കെ കണ്ടിട്ട് പിന്നെ ശരി, അവസാനം നമ്മൾ മേലൊന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞു. മേലൊന്ന് കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് സംഭവം. അവിടെ കയറിയപ്പോഴാണ് ഗൈസ് പണി പാളിയത്. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഒരു തലശ്ശേരി റെസ്റ്റോറൻ്റാണ്. റേറ്റാണെങ്കിൽ മുടിഞ്ഞ റേറ്റും. അടുത്ത റെസ്റ്റോറൻറ്റ് വീണ്ടും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മളെയും കൂട്ടി നമ്മുടെ ആകാശം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് നടന്ന് നമ്മൾ ആകെ മടുത്തു. ടയർ ലോക്ക് ചെയ്ത് പ്ലീസ് വേണ്ട. അവസാനം ഒരു കട കണ്ടുപിടിച്ചു കേട്ടോ. നമ്മളിവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. ഞാൻ പ്രസാദം ഉണ്ട് കേട്ടോ. കേട്ടോ, അമ്മരാണ് കുക്ക് ചെയ്യുന്നത്. ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ കുറേ നേരമായി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫുഡ് എത്തിയിട്ടില്ല. നമ്മൾ 3 കിലോമീറ്റർ കൂടുതൽ വന്നു കഴിഞ്ഞു. ഇനി എന്തായാലും തിരിച്ചു പോക്ക് നടക്കില്ല എന്ന് എല്ലാവരും പ്ലാൻ ചെയ്ത് നമ്മളൊരു ഓട്ടോയിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓട്ടോൻ്റെ പൈസയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓട്ടോയിൽ കയറാം. മുന്നാടി പോട്ടെ. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി. ആദ്യം ഇവിടെ നമ്മളങ്ങനെ നമ്മുടെ സ്ഥലം എത്തിയിട്ട് ഫുഡൊക്കെ വാങ്ങിയിട്ട് ഓട്ടോയിലെത്തി. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ക്യാമ്പ് ഫയറിനുള്ള ടൈമായിട്ടാണ്. അപ്പോൾ നമ്മുടെ അണ്ണൻ തിരി കൊടുത്താണ് ക്യാമ്പ് ഫയറിന്.
അത് കാണാനായിട്ട് നമ്മുടെ അടുത്തുള്ള റൂമിലെ ഒരാളാണ് കേട്ടോ, ജാർഖണ്ഡ് സ്വദേശി. ക്യാമ്പ് ഫയർ കാണാനായി എത്തിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഗൈസ്. ഇതിൽ നമ്മൾ ജാർഖണ്ഡിൽ കുറച്ച് ഗ്യാങ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മീനെ വിളിക്കണ്ട ഗൈസ്, അവൻ കരയിപ്പിച്ചു ഗൈസ്, കുട്ടിനെ കരയിപ്പിച്ചു. വേണ്ടാ മിണ്ടാതിരിക്കണ കുട്ടിനെ കരയിപ്പിച്ചു. ഇവൻ ഗൈസ്, ഇവനാണ് കരയിപ്പിച്ചത് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജാർഖണ്ഡ് സ്വദേശിനെ നമ്മൾ കമ്പനി ആക്കിയിട്ടുണ്ട്. ഫാമിലി ആയിട്ടാണ് വന്നത്, എന്നാലും നമ്മൾ കമ്പനി ആക്കി. അതാണ് ഗൈസ് ജാർഖണ്ഡ് ബ്രോ. അപ്പോൾ നമ്മൾ മണിക്കൂറോളം ക്യാമ്പ് ഫയറൊക്കെ ഇരുന്ന് അവസാനം കത്തിക്കഴിയാറായിട്ടാ. അപ്പോൾ പിന്നെ ശരി, നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ റൂമിലെ വിശേഷങ്ങൾ കാണിച്ചു. ഇപ്പോൾ ഇത് നമുക്ക് തണുപ്പിന് വേണ്ടി ഇടാനാണ് കേട്ടോ, തണുപ്പിന് കാലിടാണ്. അതാണ്ടാ പ്രസാദ് ഇട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടില്ലേ, എന്താ നമ്മൾ ചെരുപ്പ് പോലെ തന്നെയാണ് കേട്ടോ. ഗ്രിൽ ചിക്കൻ ആൻഡ് വിത്ത് പൊറോട്ട, ചിക്കൻ സ്പെഷ്യലാണ്. എനിക്ക് അറിയില്ല, എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ ഒരുപാട് നേരം കളിച്ച് ആഘോഷിച്ചെങ്കിലും അവിടെ ഒരു നെഗറ്റീവ് എനർജിയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അന്ന് രാത്രി ഫുള്ള് കടന്ന് എണീറ്റു, പക്ഷേ ഒരു നെഗറ്റീവ് എനർജിയും കിട്ടിയില്ല കേട്ടോ. എങ്ങനെ രാവിലെയായി. ഇന്നലെ ഉണ്ടായിരുന്നത് ഏകദേശം 13 ഡിഗ്രിയൊക്കെ ആയിരുന്നു കേട്ടോ തണുപ്പ്. അപ്പോൾ ഇനി നമുക്ക് ഫുഡിൻ്റെ ഐറ്റംസ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയ ഇവിടെയാണ് കേട്ടോ. ആ ഒരു ഭാഗത്താണ്. പുറത്തുള്ളതൊക്കെ കാണിക്കാം ഗീസ്. ഇത് നമ്മുടെ റൂമാണ് കേട്ടോ. ഇത് രണ്ടുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവിടെ കിടക്കുമ്പോൾ മാത്രമേ പോയുള്ളൂ. ഗൈസ് ഇപ്പോൾ ഊട്ടിയിൽ 13 ഡിഗ്രിയാണ് കേട്ടോ തണുപ്പ്. നമ്മൾ നോക്കിയതാണ്, അത്ര ഭയങ്കര തണുപ്പാണ്. അപ്പോൾ വെയിലത്ത് വന്ന് എല്ലാവരും ഇരിക്കാം. ഫോട്ടോഷൂട്ടിനായി പ്രസാദ് ഓരോ ടീഷർട്ടുകളും കൊണ്ട് വരുന്നുണ്ട് ഗൈസ്. ഇതെന്തിന്? അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം സമയം 11 മണി കഴിഞ്ഞ് നമുക്ക് വെക്കേറ്റ് ചെയ്യേണ്ട സമയമായി. ഓക്കെ, ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നേരെ വിഗിളുടെ ഒരു കസിൻ്റെ വീട്ടിലൊക്കെ കയറി. നമ്മൾ കോത്തഗിരിയപ്പോൾ ഉള്ളത്. ജസ്റ്റ് അവിടുത്തെ വ്യൂ ഒക്കെ എങ്ങനെയാണ് കേട്ടോ. ശരി, അവിടെ നിന്ന് അങ്ങനെ നമ്മൾ ചായയും പഴംപൊരിയും എല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ അതൊക്കെ യാത്രയാവാമെന്ന് വിചാരിച്ചു. ഓക്കെ ഗെയ്സ്, അപ്പോൾ ഇന്നത്തെ യാത്ര ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ഓക്കെ, വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.